കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സമീപം വീട്ടിൽ നിന്നും MDMA പിടികൂടിയ കേസിൽ ഇപ്പോൾ ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. മലപ്പുറം ചേലേമ്പ്ര സ്വദേശി മുഹമ്മദ് ജാസറാണ് പിടിയിലായത്. ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറം ചേർന്നു. ഗോകുൽ, ഒരു കുടുംബമാകെ ലഹരി കച്ചവടത്തിന് ഇറങ്ങിയ സംഭവമാണെന്ന് ഓർക്കുന്നു. അത് തന്നെയിൽ എന്താണ് വിശദാംശങ്ങൾ? അതുതന്നെയാണ് സുഹൈൽ. 2026 ഫെബ്രുവരി 10 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. മലപ്പുറം ചേലേമ്പ്ര സ്വദേശി മുഹമ്മദ് ജാസറിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയ സമയത്താണ് വലിയ അളവിലുള്ള MDMA പിടികൂടിയത്. ഏകദേശം 1 കിലോ 31 ഗ്രാം MDMA ആണ് അന്ന് ഡാൻസാഫും പോലീസും കൂടെ ചേർന്ന് പിടികൂടിയിട്ടുണ്ടായിരുന്നത്. 1 കോടി രൂപയിലധികം വില വരുന്ന MDMA ആയിരുന്നു. അന്ന് 3 പേരെ പോലീസ് പിടികൂടുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ബാംഗ്ലൂരുവിൽ നിന്ന് പിടിയിലായിട്ടുള്ള മുഹമ്മദ് ജാസറിന്റെ പിതാവായിട്ടുള്ള അസീസ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഗമറുനീസ, മുഹമ്മദ് ജാസറിന്റെ സുഹൃത്തായിട്ടുള്ള സലാഹുദ്ദീൻ എന്നിങ്ങനെ 3 പേരെയായിരുന്നു പിടികൂടിയത്. അവർക്കൊപ്പം വന്ന് 21 ലക്ഷം രൂപയും ഒട്ടനവധി ഉപകരണങ്ങളും കണ്ടെത്തിയിരുന്നു. MDMA തൂക്കാൻ ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങൾ, മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ്, ത്രാസ് തുടങ്ങിയ ഉപകരണങ്ങളും സാധനങ്ങളൊക്കെ അന്ന് പിടികൂടിയിരുന്നു. അന്ന് ഈ 3 പേരെ പിടികൂടിയ സമയത്താണ് ഇന്നിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് പിടിയിലായിട്ടുള്ള മുഹമ്മദ് ജാസിർ ഒളിവിൽ പോകുന്നത്. അദ്ദേഹം കുടുംബത്തോടൊപ്പം ബാംഗ്ലൂരിൽ ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് 4 മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ മുഹമ്മദ് ജാസിനെ പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഇയാൾ ഈ തെഞ്ഞിപ്പാലം കേന്ദ്രീകരിച്ച് MDMA പല ആളുകൾക്കും എത്തിച്ചു കൊടുക്കുന്ന കണ്ണിയാണ്, അതിന്റെ മുഖ്യ കണ്ണിയാണ് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട 4 പേർ പോലീസ് പിടിയിലുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് എവിടെ നിന്നാണ് MDMA കിട്ടുന്നത് എന്നതിനെ സംബന്ധിച്ച അന്വേഷണവും പോലീസ് സമഗ്രമായി തന്നെ നടത്തുന്നുണ്ട്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.